Colossians chapter 1 verse 13. നമ്മെ ലേഖനം 1:13. ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തൻ്റെ സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണമെന്നും അപേക്ഷിക്കുന്നു. ഇവിടെ കർത്താവായ യേശുക്രിസ്തു നമുക്ക് നൽകിയ ഭാഗ്യം, ഞാൻ കുറച്ച് മുൻപ് പ്രസ്താവിച്ചതുപോലെ യേശുക്രിസ്തുവിൽ കൂടെ തങ്ങളുടെ പാപങ്ങൾക്ക് ക്ഷമ ലഭിച്ചവരായി മുൻപോട്ട് വന്നവരെ കർത്താവ് എവിടെ ആക്കിയിരിക്കുന്നു? ഒന്നുകൂടെ വാക്യം വായിച്ചാട്ടെ. നമ്മെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തൻ്റെ സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിൽ ആക്കിയിരിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ രാജ്യത്തിൽ നമ്മെ ആക്കിയിരിക്കുന്നു. അത് ആ അനുഭവത്തെക്കുറിച്ച് അല്പനേരം നമുക്ക് ചിന്തിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 3 മുതൽ 6 വരെയുള്ള ഭാഗങ്ങൾ വായിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 3 മുതൽ 6. ജോൺ ഗോസ്പൽ ചാപ്റ്റർ 3 വേഴ്സ് 3-6. യേശു അവനോട്, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല പറഞ്ഞു. പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ കഴിയുകയില്ല. ഇപ്പോൾ ദൈവത്തിൻ്റെ രാജ്യത്തെക്കുറിച്ച് അല്പം കൂടെ ആഴത്തിലേക്ക് നാം ചിന്തിക്കുവാൻ പോവുകയാണ്. കർത്താവിൻ്റെ പുത്രൻ്റെ രാജ്യത്തിലാക്കി വച്ചിരിക്കുന്നു. ആ സമയത്ത് ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ അനുഭവങ്ങൾ വിവിധ നില. ഒന്ന്, പുതുതായി ജനിച്ചാൽ ദൈവത്തിൻ്റെ രാജ്യം കാണുവാൻ കഴിയും. ഇനിയും അതൊക്കെ ഇപ്പോൾ വായിച്ചാൽ. നിക്കോദെമോസ് അവനോട്, മനുഷ്യൻ ജനിക്കുന്നത് എങ്ങനെ? രണ്ടാമതും അമ്മയുടെ ഉദരത്തിൽ കടന്ന് ജനിക്കാമോ എന്ന് ചോദിച്ചു. അതിന് യേശു, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടക്കുവാൻ ആർക്കും കഴിയുകയില്ല. ഇപ്പോൾ 2 കാര്യം. ഒന്ന്, പുതുതായി ജനിച്ചാൽ ദൈവരാജ്യം കാണാം. വെള്ളത്താലും ആത്മാവാലും ജനിച്ചാൽ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാം. ഇനി ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 19 മുതൽ 21 വരെ വായിച്ചാൽ. ഗലാത്യ ലേഖനം 5:19 മുതൽ 21 വരെ. ഗലേഷ്യൻസ് ചാപ്റ്റർ 5 വേഴ്സ് 19-21. ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നുവെങ്കിൽ നിങ്ങൾ ന്യായപ്രമാണത്തിന് കീഴുള്ളവരല്ല. പ്രവൃത്തികളോ, ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത് മുതലായവ എന്ന് വെളിവാകുന്നു. ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഇപ്പോഴും നിങ്ങളോട് മുൻകൂട്ടി പറയുന്നു. ഈ വക പ്രവർത്തിക്കുന്ന ദൈവരാജ്യം അവകാശമാക്കുകയില്ല. അപ്പോൾ ദൈവരാജ്യത്തിൻ്റെ 3 അവസ്ഥ. ഒന്ന്, ദൈവരാജ്യം കാണുക. 2, ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക. 3, ദൈവരാജ്യം അവകാശമാക്കുക. See the kingdom of God, enter into the kingdom of God, inherit the kingdom of God. ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് പുത്രൻ്റെ രാജ്യത്തിലാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്ന ദൈവമക്കളിൽ ചിലർ ദൈവരാജ്യം കണ്ടവരാണ്, ചിലർ ദൈവരാജ്യത്തിൽ പ്രവേശിച്ചവരാണ്, ചിലർ ദൈവരാജ്യം അവകാശമാക്കിയവരാണ്. അതൊന്നുകൂടെ നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ ഞാനൊരു ഉദാഹരണം, ഒരു ദൃഷ്ടാന്തമായിട്ട് പറയാം. ഇപ്പോൾ ഇവിടെ ഈ ഓഡിറ്റോറിയത്തിൽ മീറ്റിംഗ് നടക്കുന്നു. അപ്പോൾ ഈ ഓഡിറ്റോറിയം നിങ്ങൾ ഈ മൂവാറ്റുപുഴ പലയിടത്തായി തേടി നടന്നപ്പോൾ ഒടുവിലായി ഈ ഓഡിറ്റോറിയം വെളിയിൽ നിന്ന് കണ്ടപ്പോൾ നിങ്ങൾക്കൊരാശ്വാസമായി. ഈ ഓഡിറ്റോറിയത്തിന് വേണ്ടിയാണല്ലോ ഞാൻ തേടി നടന്നത്. അത് കണ്ടു. അപ്പോൾ കണ്ടപ്പോൾ ഒരു തൃപ്തിയായി. ഇവിടെയാണ്. അത് കഴിഞ്ഞ്
ഇതിനകത്ത് കയറി വന്ന് കണ്ടപ്പോൾ ഇവിടെ എല്ലാം കസേരകൾ ഇട്ടിട്ടുണ്ട്, യോഗങ്ങളിലെ ക്രമീകരണമുണ്ടപ്പോൾ അത് വേറൊരു അനുഭവം. ദൂരെ നിന്ന് കണ്ട ഒരനുഭവം. രണ്ടാമത് ഇവിടെ പ്രവേശിച്ചു. ഇത് രണ്ടും ഫ്രീ ആയി നടന്നു. പിന്നെ നിങ്ങൾക്കൊരാഗ്രഹമുണ്ട്, ഇത് നല്ലൊരു ഓഡിറ്റോറിയമാണ്, ഇതെൻ്റെ സ്വന്തമാക്കണം. ഇത് സ്വന്തമാക്കണമെങ്കിൽ ഇതിൻ്റെ അധികാരികൾ പറയും 10 ലക്ഷം രൂപയോ 15 ലക്ഷം രൂപയോ 20 ലക്ഷം രൂപയോ കൊടുത്തേ ഒക്കുകയുള്ളൂ. കണ്ടതും പ്രവേശിച്ചതും ഫ്രീ ആയി നടന്നു. ഇത് നിങ്ങളുടെ സ്വന്തമാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? മുതൽ മുടക്കിയേ ഒക്കുകയുള്ളൂ. അതുപോലെ സ്വർഗരാജ്യത്തിൽ ദൈവം അനുവദിച്ചു, കാണുവാൻ അനുവദിച്ചു, പ്രവേശിക്കാൻ അനുവദിച്ചു. ഇത് നിങ്ങളെ സ്വന്തമാക്കണമെങ്കിൽ മുതൽ മുടക്കിയേ ഒക്കുകയുള്ളൂ. അനേക ദൈവമക്കളും ഈ കാര്യത്തിൽ പുറകോട്ടാണ്. കാണാൻ വലിയ മുതൽ മുടക്കുന്നില്ല. കർത്താവായ യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ തൻ്റെ രക്തം ചിന്തിയതിനാൽ സ്വർഗരാജ്യം കണ്ടു. പിന്നെ പ്രവേശിച്ചു, സ്നാനപ്പെട്ടു, പരിശുദ്ധാത്മാവ് പ്രാപിച്ചു, പ്രവേശിച്ചു. എന്നാൽ സകല ജഡസ്വഭാവങ്ങളെയും ജയിച്ചെങ്കിൽ മാത്രമേ അവകാശമാക്കാൻ ഒക്കുകയുള്ളൂ. ആ ജഡസ്വഭാവങ്ങൾ ഏതൊക്കെയാണ്? ഒന്നുകൂടെ വായിച്ചാൽ ഗലാത്യ ലേഖനം 5:19 മുതൽ ഒന്ന് വായിച്ചാട്ട്. ജഡത്തിന്റെ പ്രവൃത്തികളോ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക. ഇത്രയും കാര്യങ്ങളായി. പക എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ കൂടി വന്നിരിക്കുന്നത്, നിങ്ങൾ കൈ ഉയർത്താൻ പറയുന്നില്ല. നമ്മുടെ ദൈവമക്കളുടെ മധ്യത്തിൽ പകയുണ്ടോ? 2. അടുത്തത് പക കഴിഞ്ഞിട്ട് അടുത്തത് പിണക്കമുണ്ടോ നമ്മുടെ മധ്യത്തിൽ? ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ, വിശ്വാസികൾ തമ്മിൽ, സഭാ ശുശ്രൂഷകന്മാർ തമ്മിൽ പിണക്കമുണ്ടോ? ജാരശങ്ക, ക്രോധം. ഈ ക്രോധം എന്നല്ലേ പറഞ്ഞത്? അതെ, ക്രോധം എന്ന് പറഞ്ഞാൽ നേരത്തെ കുറച്ച് കോപം വന്ന ഒരാളോട് ആ കോപം കുറച്ച് നേരം ഫ്രിഡ്ജിനകത്ത് വെച്ച് ആ ക്രോധമായി മാറും. എന്ന് പറഞ്ഞാൽ കുറച്ച് നേരം അകത്ത് വെച്ച് തണുപ്പിച്ച് നല്ല കല്ലായി മാറും. അതാണ് ക്രോധം. ഉണ്ടോ? ഇനി ശാഠ്യം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് നടക്കണം. ഞാൻ പറഞ്ഞത് നടന്നില്ലെങ്കിൽ അന്നേരം പ്രയാസമുണ്ടാകും. ശാഠ്യം. ദ്വന്ദ്വപക്ഷം എന്ന് പറഞ്ഞാൽ 2 പാർട്ടി, ഓരോ അഭിപ്രായങ്ങൾ വരുമ്പോഴും 2 പാർട്ടി. ഭിന്നത എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ പറയേണ്ടല്ലോ, തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുക. അസൂയ ഒന്നും ഉണ്ട് കാണുകയില്ലായിരിക്കുമല്ലോ. സഹോദരന്മാർ തമ്മിലോ സഹോദരിമാർ തമ്മിലോ ജ്യേഷ്ഠാനുജന്മാർ തമ്മിലോ അസൂയ. മദ്യപാനം, വെറിക്കൂത്ത് മുതലായവ എന്ന് തെളിവാകുന്നു. ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. ദൈവരാജ്യം എന്ത് ചെയ്യുകയില്ല? അവകാശമാക്കുകയില്ല. അപ്പോൾ ദൈവരാജ്യം കണ്ടാൽ മതിയോ, പ്രവേശിച്ചാൽ മതിയോ, അവകാശമാക്കണോ? പറഞ്ഞാട്ടെ.